നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഫ്രാൻസിൻ്റെ മത്സരങ്ങളുണ്ടായിരുന്നു, കാനഡ മൊറോക്കോ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ബ്രസീലിൻ്റെ മത്സരവും ഇംഗ്ലണ്ടിൻ്റെ മത്സരവും ഒക്കെ ഇന്ന് നടക്കാനുണ്ട്. അപ്പം മത്സരം കൂടുതൽ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റൗണ്ട് ഓഫ് 32 കണ്ടതാണ്. വലിയ ടീമുകളെ വിറപ്പിക്കുന്ന കുഞ്ഞൻ ടീമുകൾ. അത്തരത്തിലൊരു പോരാട്ടം ഇന്നലെയും ഉണ്ടായിരുന്നു. കാരണം പരാഗ്വേ പോലുള്ള ടീം ഒരു ജർമ്മനിയെ വിറപ്പിച്ച് പുറത്താക്കിയതിന് ശേഷമാണ് പ്രീ ക്വാർട്ടറിലേക്ക് വരുന്നത്. അവിടെ ഇന്നലെ ഫ്രാൻസിനെ ഒന്ന് വിറപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ലഭിച്ച ഒരു പെനാൽറ്റിയിലൂടെ മാത്രമാണ് ഇന്നലെ ഫ്രാൻസിന് ഗോൾ നേടാനായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ നമുക്ക് ഇന്നലത്തെ മത്സരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ഫ്രാൻസും പരഗ്വേയും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ 1-0 എതിരില്ലാത്ത ഒരു ഗോളിൻ്റെ വിജയമാണ് ഫ്രാൻസ് സ്വന്തമാക്കിയത്. പക്ഷേ പരാഗ്വേ മികച്ച രീതിയിൽ കളിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് കൃത്യമായി മറുപടി പ്രതിരോധ കോട്ട തീർത്തുകൊണ്ട് കോട്ട തകർക്കാൻ ഫ്രാൻസ് നന്നേ പാടുപെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ. എംബാപ്പെ അടക്കമുള്ള താരങ്ങളെ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് തങ്ങളുടെ പോസ്റ്റിലേക്ക് പരമാവധി അവരെ കയറ്റുന്നത് ഒഴിവാക്കാൻ അവർ ശ്രമിച്ചു. അത് വലിയ രീതിയിൽ ഫലം കണ്ടു എന്ന് പറയാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ലഭ്യമായ ഒരു ഗോൾ അത് ഒരു പെനാൽറ്റിയിലൂടെ മാത്രമാണ് ഫ്രാൻസിന് നേടാനായത്. ഫ്രാൻസ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ കളിച്ചതുപോലെ ഒരുപിടി ഗോളുകൾ അല്ലെങ്കിൽ വലിയ ഗോൾ ശരാശരിയിലൊക്കെ ജയിക്കുക എന്ന ലക്ഷ്യവുമായാണ്. കാരണം വലിയ നേട്ടം 3-4 ഗോളുകളൊക്കെ നേടി വലിയ വിജയം നേടുക എന്ന ലക്ഷ്യവുമായാണ് ഫ്രാൻസ് നൽകുന്നത്. പക്ഷേ ആ ഫ്രാൻസിനെ പിടിച്ച് കെട്ടുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. 5 പ്രതിരോധ താരങ്ങളുമായിട്ടാണ് ഇന്നലെ പരഗ്വേ ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഫ്രാൻസ് പോലെ ഇത്ര അറ്റാക്കിങ് ഇപ്പോൾ ഡിംബാലയും എംബാപ്പയും അടക്കമുള്ള താരങ്ങളെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി 5 പ്രതിരോധ താരങ്ങളുമായാണ് അവർ ഇറങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫ്രാൻസിന് പല അവസരങ്ങൾ കിട്ടിയിട്ട് അതെല്ലാം പരഗ്വേ ഗോൾ കീപ്പറുടെ ഒരു പ്രകടനത്തിലൂടെ ആ അവസരങ്ങൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കാതിരുന്ന അവസരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തു പറഞ്ഞാലും ഇന്നലെ ഫ്രാൻസിനേക്കാൾ ഒരു പിടി മുന്നിൽ പല രീതിയിൽ ഇപ്പം പ്രതിരോധത്തിലായാലും ഗോൾ കീപ്പിങ്ങിലായാലും മികച്ച പ്രകടനം തന്നെ പരഗ്വേ കാഴ്ചവെച്ചു. പരഗ്വേക്ക് ഒരു മികച്ച ഫോർവേഡ് കൂടി, അതായത് മുന്നേറ്റ നിരയിൽ കുറച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ കളിയുടെ സ്കോർ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ലഭ്യമായ ഒരു പെനാൽറ്റി അത് എംബാപ്പെ എടുക്കുന്നു. എംബാപ്പെ അതിലൂടെ ഗോൾ നേടുന്ന ഒരു കാഴ്ച. അങ്ങനെ എംബാപ്പെ മെസ്സിക്കൊപ്പം ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ ഒരു ഗോൾ കൂടി നേടി മെസ്സിക്കൊപ്പം എത്തുന്നൊരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ ഫിസിക്കൽ അറ്റാക്കുകൾ കൂടുതലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നൊരു മത്സരം കൂടിയായിരുന്നു. ഉന്തും തള്ളും മഞ്ഞക്കാടുകളും ഒക്കെ ആയിട്ട് കളം നിറഞ്ഞൊരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേതെന്ന് പറയാം. ഫ്രാൻസിലേക്ക് വന്നാൽ ഹൈ പൊസഷൻ, പന്ത് അധികം സമയം കൈവശം വെച്ചത് ഫ്രാൻസാണ്. 60% മുകളിൽ പന്ത് ഫ്രാൻസ് കൈവശം വെച്ചിരുന്നു. ഇങ്ങനെയുള്ള അറ്റാക്ക് അത് അവർക്ക് വലിയ രീതിയിൽ പരഗ്വേ പ്രതിരോധ കോട്ടയിലേക്കൊരു അറ്റാക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. ഒപ്പം ഈ എംബാപ്പയുടെ വേഗത ഒക്കെ അവർക്ക് വലിയ ഗുണം ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊന്നും കൃത്യമായി ഫിനിഷ് ചെയ്യാൻ പരഗ്വേ സമ്മതിച്ചില്ല. ഒരു ലോ ബ്ലോക്ക് അവർ തീർത്തു. ഫിസിക്കൽ ഡിഫെൻഡിങ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ കൗണ്ടർ അറ്റാക്ക് അവരുടെ ഭാഗത്ത് പരിമിതമായി മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ മികച്ച രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നൊരു താരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ മത്സരത്തിൻ്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നലെ ഒരു ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. ഫ്രാൻസിൻ്റെ എതിരാളി മൊറോക്കോയാണ് ഫ്രാൻസിൻ്റെ എതിരാളികളായി ഉള്ളത്. ഇനി നമുക്ക് ഇന്നലെ നടന്ന മറ്റൊരു പോരാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാനഡയും മൊറോക്കോയും തമ്മിലൊരു പോരാട്ടം ഇന്നലെ നടന്നിരുന്നു. അതിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് മൊറോക്കോ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത്. ഒനാഹിയുടെ വക 2 ഗോളുകൾ, ഒപ്പം 90 മിനിറ്റിന് ശേഷമുള്ള ഒരു 3-ാം ഗോൾ, റഹീമിയുടെ വക ഒരു 3-ാം ഗോൾ 90 മിനിറ്റിന് ശേഷം. അങ്ങനെ 3 ഗോളുകളാണ് ഇവർ മൊറോക്കോ നേടിയതെന്ന് പറയാം. മത്സരത്തിൻ്റെ തുടക്കം മുതൽ മികച്ച രീതിയിലൊരു സമ്മർദ്ദമൊക്കെ കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഈ മൊറോക്കോയുടെ സംഘടിതമായൊരു പ്രതിരോധം തകർക്കാൻ കാനഡയ്ക്ക് സാധിച്ചില്ല. ഒപ്പം തന്നെ കൗണ്ടർ അറ്റാക്കുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് പ്രതിരോധിക്കുന്നു, അതോടൊപ്പം തന്നെ കൗണ്ടർ അറ്റാക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് കാനഡയെ വീഴ്ത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കാര്യവും അതുതന്നെയാണ്. ഒപ്പം ഉനാഹിയുടെ ഇരട്ട ഗോളും റഹീമിയുടെ ഒരു അവസാനം സെക്കൻഡ് മിനിറ്റുകളിലെ ഒരു ഗോൾ കൂടി ചേർന്നപ്പോൾ 3-0 ഒരു ആധികാരികമായ ജയം അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഗോൾ കീപ്പർ യാസ്മി ബൊന്നുവിൻ്റെ വക ഒരു പ്രകടനം, ഗോൾ കീപ്പർ പ്രകടനം അതും നിർണായകമായി എന്ന് പറയാൻ സാധിക്കും. മൊറോക്കോയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള ഡിഫൻസാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങും, അതായത് ഡിഫൻസിങ്ങും ഫിനിഷിങ്ങും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം ക്വിക്കായിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. ഇനി കാനഡയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച തുടക്കം അവർക്ക് കിട്ടി. പക്ഷേ ഫിനിഷിങ്ങിലെ പിഴവ് മൂലം അതൊന്നും അവർക്ക് മുതലാക്കാൻ സാധിച്ചില്ല.
അപ്പം പ്രതിരോധത്തിൽ ചില പിഴവുകൾ അവർ വരുത്തി. ആ പിഴവുകൾ അത് കൃത്യമായി മൊറോക്കോ മുതലെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇനി പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അത് പൂർത്തിയായിട്ടുണ്ട്. ഇനി അത് ക്വാർട്ടർ മത്സരത്തിലേക്ക് പോകുന്നു. ക്വാർട്ടർ മത്സരത്തിൽ മൊറോക്കോയും ഈ ഫ്രാൻസും തമ്മിലൊരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് മത്സരഫലങ്ങൾ വരുമ്പോൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഫ്രാൻസ് വിജയിച്ചത് പരഗ്വയ്ക്കെതിരെയായിരുന്നു. ആ പരഗ്വയുടെ ഏറ്റവും വലിയ ഗുണം അവർ പ്രതിരോധത്തിൽ ഊന്നി, പക്ഷേ കൗണ്ടർ അറ്റാക്ക് അവർ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അത് അവർ ഫലം കണ്ടില്ല എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഫ്രാൻസ് പോലുള്ള ടീമിനെ പിടിച്ചു കെട്ടാൻ അത് വലിയ രീതിയിൽ ഫലം കണ്ടു എന്ന് പറയാം. കാരണം ആദ്യ പകുതിയൊക്കെ ഗോൾ രഹിതമായി മുന്നേറുന്ന ഒരു കാഴ്ച. അതായത് ഫ്രാൻസിൻ്റെ താരങ്ങളെ, എംബാപ്പെ അടക്കമുള്ള താരങ്ങളെ പിടിച്ചു കിട്ടുന്നതിൽ പരഗ്വേ വലിയ രീതിയിൽ അവരുടെ പ്ലാൻ വിജയിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൽ ഊന്നുമ്പോഴും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അവർ മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ എതിരാളികളായി വരുന്ന മൊറോക്കോ ആകട്ടെ, മൊറോക്കോ ഇന്നലെ കാനഡയ്ക്കെതിരായ മത്സരത്തിൽ അവർ പ്രതിരോധത്തിലൂന്നി എന്നാൽ കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ എന്തായാലും ഇത് ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിൽ വലിയ ആവേശമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു ഗെയിം പ്ലാൻ അവരും മുന്നിട്ട് ഇറങ്ങി ഒരു ഗെയിം പ്ലാൻ അവർ നടപ്പാക്കുകയാണെങ്കിൽ, അതായത് ഫ്രാൻസിൻ്റെ മുന്നേറ്റ താരങ്ങളെ പിടിച്ച് കെട്ടിക്കൊണ്ട് ഒരു പ്ലാനും ഒപ്പം കൗണ്ടർ അറ്റാക്ക് കൂടി ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്ലാൻ കൂടി ഇവരുടെ ഭാഗത്തുനിന്ന്, മൊറോക്കോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിൽ തീപാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന രണ്ട് പോരാട്ടങ്ങൾ. അങ്ങനെ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് പോരാട്ടങ്ങളുണ്ട്. ബ്രസീലും നോർവേയും തമ്മിൽ മത്സരം നടക്കുന്നു. മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിൽ മത്സരം നടക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ബ്രസീലും നോർവേയും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് വരാം. ബ്രസീലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, മികച്ച പ്രകടനം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പുറത്തെടുത്ത ഒരു ടീമാണ് ബ്രസീൽ എന്ന് പറയാം. മൊറോക്കോയ്ക്കെതിരെ ആദ്യം ഒരു സമനില വഴങ്ങിയെങ്കിൽ പോലും പിന്നീട് ഹെയ്തിക്കെതിരെയും സ്കോട്ട്ലൻഡിനെതിരെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് എന്തായാലും ബ്രസീൽ റൗണ്ട് ഓഫ് 32ലേക്ക് എത്തുന്നത്. അവിടുന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ജപ്പാനെ 2-1 തകർത്തുകൊണ്ടാണ് അവർ പ്രീ ക്വാർട്ടറിലേക്ക് എന്തായാലും എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറുവശത്ത് നോർവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെനഗലിനെ ഒരു 3-2 തോൽപ്പിച്ചു. ഫ്രാൻസിനെതിരെ വലിയ തോൽവി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ എന്നിരുന്നാൽ പോലും മികച്ച പ്രകടനം കൊണ്ട് അവർ നോക്കൗട്ടിലേക്ക് മുന്നേറി. അങ്ങനെ റൗണ്ട് ഓഫ് 32ൽ ഐവറി കോസ്റ്റ് ആയിരുന്നു നോർവേയുടെ എതിരാളികളായിട്ടുണ്ടായിരുന്നത്. 2-1 ഐവറി കോസ്റ്റിനെ തകർത്തുകൊണ്ടാണ് ഈ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് എന്തായാലും നോർവേ എത്തുന്നത്. അപ്പോൾ നോർവേയും ബ്രസീലും തമ്മിലുള്ള പോരാട്ടം അത് വളരെ വലിയൊരു ആരാധകർക്ക് ആവേശം നൽകുന്നൊരു പോരാട്ടമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ബ്രസീലിൻ്റെ ഭാഗത്ത് നമുക്കറിയാം, വിനീഷ്യസും റോഡ്രിഗോയും നെയ്മറും ഒക്കെ അടങ്ങുന്നൊരു നിര അവരുടെ ഭാഗത്തുണ്ട്. മറുവശത്ത് നോർവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളണ്ടിൻ്റെ ഒരു പ്രകടനം എന്തായാലും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഐവറി കോസ്റ്റിനെതിരെ വിജയ ഗോൾ നേടിയതൊക്കെ ഹാളണ്ടാണ്. അപ്പോൾ ഹാളണ്ടിൻ്റെ ഒരു പ്രകടനം ഇന്ന് വളരെയധികം നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നെയ്മറിൻ്റെ ഒരു പ്രകടനം, നെയ്മർ ഇന്ന് കളിക്കാൻ ഇറങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയൊരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. കാരണം ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ ഒരു 50-60 മിനിറ്റിനുള്ളിൽ വലിയൊരു ലീഡ് ബ്രസീലിന് ഉണ്ടാകുകയാണെങ്കിൽ അതിനുശേഷം ഒരു 60-70 മിനിറ്റോട് കൂടി നെയ്മർ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങളിലൊക്കെ ഇറങ്ങിയതുപോലെ ഒരുപക്ഷെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ മത്സരം കൂടുതൽ ടൈറ്റായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നെയ്മർ ഇന്ന് ഇറങ്ങാനുള്ള സാധ്യത എന്തായാലും വളരെ കുറവാണ് എന്നുള്ളതാണ്. ബ്രസീലിൻ്റെ ഒരു സാങ്കേതിക മികവും നോർവേയുടെ നേരിട്ടുള്ള ആക്രമണവും തമ്മിലൊരു പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുക എന്നുള്ളതാണ്. ഹാളണ്ടിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എന്തായാലും ബ്രസീൽ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടുള്ളത്. ഇനി നടക്കാൻ പോകുന്ന അടുത്ത മത്സരം മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ളതാണ്. മെക്സിക്കോയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം അവർ പുറത്തെടുത്തിട്ടാണ് വരുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയും സൗത്ത് കൊറിയയ്ക്കെതിരെയും അടക്കം മികച്ച വിജയങ്ങൾ നേടിയാണ് അവരെന്തായാലും എത്തുന്നത്. ഒപ്പം പ്രീ ക്വാർട്ടറിൽ ഇക്വഡോറിനെ 2-0 അവർ മെക്സിക്കോ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട്. മറുവശത്ത് ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ പനാമയും ക്രൊയേഷ്യയും ഒക്കെ തകർത്ത് ഘാനയ്ക്കെതിരെ ഒരു സമനിലയൊക്കെ നേടിക്കൊണ്ടാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് ഇംഗ്ലണ്ട് മുന്നേറിയത്. പിന്നീട് കോങ്കോയ്ക്കെതിരെ റൗണ്ട് ഓഫ് 32ൽ കോങ്കോയ്ക്കെതിരെ 2-1 ഒരു മികച്ച വിജയവും അവർ സ്വന്തമാക്കി. അപ്പോൾ അത് ആണ് ഇന്ന് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ പോരാട്ടം, ഇംഗ്ലണ്ടും ഒപ്പം മെക്സിക്കോയും തമ്മിലുള്ളത്. ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബെല്ലിങ്ങാമും ഹാരിക്കെയിൻ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. കോങ്കോയ്ക്കെതിരെ മത്സരത്തിൽ ഹാരിക്കെയിൻ്റെ ആ ഒരു ഗോളൊക്കെ എന്തായാലും അവരുടെ വിജയത്തിൽ നിർണായകമായി. അപ്പോൾ അങ്ങനെ ഹാരിക്കെയിൻ മികച്ച ഫോമിലുള്ളത് ഇംഗ്ലണ്ടിന് വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം ബെല്ലിങ്ങാമിൻ്റെ പ്രകടനവും അവർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ ആരാധകരുടെ ഒരു വലിയ പിന്തുണ എന്തായാലും ഇന്ന് മെക്സിക്കോയ്ക്കുണ്ട്. അപ്പം ഇന്നത്തെ മത്സരത്തിൽ നിർണായകമാകുക ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിലെ കൺട്രോളും ഒപ്പം ഹാരിക്കെയിൻ്റെ ഫോമും ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.
എന്തായാലും വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോവുക എന്നുള്ളത് സംശയമില്ല. അപ്പോൾ ഈ മത്സരം കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടും നോർവേയും തമ്മിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടും ബ്രസീലും തമ്മിലൊരു പോരാട്ടം അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും. അപ്പോൾ അതൊരു വളരെ മികച്ച മത്സരമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇംഗ്ലണ്ടും ബ്രസീലും തമ്മിൽ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ വലിയ ആവേശം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്നിനി നടക്കാൻ പോകുന്ന 2 മത്സരങ്ങളുള്ളത്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അർജൻറ്റീനയുടെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ മത്സരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ക്വാർട്ടർ ചിത്രം എന്തായാലും തെളിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോകകപ്പിൽ നിന്നുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ.